നമ്മൾ ഇന്ന് കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. എന്താണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രീനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കെമിസ്ട്രീനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്ന് ഓർഗാനിക് കെമിസ്ട്രി, രണ്ടാമത്തെ ഭാഗമാണ് ഇനോർഗാനിക്. കെമിസ്ട്രി. ഓക്കെ, ഇനോർഗാനിക് അതായത് കെമിസ്ട്രിയൊക്കെ രണ്ട് ശാഖകളായിട്ട് തിരിക്കുകയാണെങ്കിൽ അതിനെ ഒന്ന് ഓർഗാനിക് കെമിസ്ട്രി, രണ്ട് ഇനോർഗാനിക് കെമിസ്ട്രി ആയിട്ട് തിരിക്കാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനൊന്നുമില്ല, ഒന്ന് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഇത് വന്നേക്കണേന്നുള്ളത്. അപ്പൊ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർബൺ മൂലം ഉണ്ടാകുന്ന സംയുക്തങ്ങളും കോമ്പൗണ്ട്സും എല്ലാം ചേർന്നുള്ളതാണ് ഓർഗാനിക് കെമിസ്ട്രി. അതായത് കാർബൺ വച്ചിട്ട് എത്ര സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അതിനെല്ലാം ചേർന്ന് പഠിക്കുന്നതാണ് എന്ത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ബ്രാഞ്ചില്. ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൽ കാർബണിനെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള എലമെന്റ്സ്, ബാക്കിയുള്ള മൂലകങ്ങൾ വെച്ചും അതിന്റെ പ്രത്യേകതകളും അതിന്റെ സംയുക്തങ്ങളും കോമ്പൗണ്ട്സ് ഒക്കെ അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോ ഓർഗാനിക് കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ കാർബൺ എന്ന് പറയുന്ന ഒരു മൂലകത്തിന് എന്തുകൊണ്ടാണ് ഇത്ര അധികം പ്രത്യേകത കിട്ടിയത് എന്ന് നോക്കുകയാണെങ്കിൽ കാർബണിന് സംയുക്തങ്ങൾ, കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ്. കാരണം നമുക്ക് ഇങ്ങനെ പറയാം, കാർബണിന് അതിന്റെ വാലൻസി എത്രയാണ്? 4 ആണ്. അതായത് കാർബണിന് ചുറ്റും 4 വശത്തും ഓരോ കൈകളുണ്ട് എന്ന് പറയാം. അതായത് ഈ ഓരോ കൈയിലും മൂലകങ്ങളെ ഇരുത്താനായിട്ട്, എലമെന്റ്സിനെ ഇരുത്താനായിട്ട് ആർക്ക് പറ്റും? കാർബണിന് പറ്റും. അതുകൊണ്ടാണ് കാർബണിന്റെ വാലൻസി 4 ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് കാർബണിന് ഇത്രയധികം മൂലകങ്ങളെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്, ഇത്രയധികം കോമ്പൗണ്ട്സ്, സംയുക്തങ്ങളെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലായി, ഇനോർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് മനസ്സിലായി. അപ്പോ ഈ പേരിടൽ ഫസ്റ്റ് എന്താ? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം. നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ എന്താ? നാമകരണം. അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് സംയുക്തങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ? കാർബണും കാർബണിന്റെ സംയുക്തങ്ങളും ചേർന്നതാണ് ഓർഗാനിക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാർബൺ ഉൾപ്പെടുന്ന സംയുക്തങ്ങളും കോമ്പൗണ്ട്സും അവരുടെ പേരിടുന്നതാണ് നമ്മൾ ഈ പാഠത്തിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ ഐസോമെറിസം എന്താണെന്നുള്ളത് അത് വഴിയെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്താണെന്ന് മനസ്സിലായി ഇല്ലേ? ഫസ്റ്റത്തെ. അടുത്തത് നോക്കൂ, ഫസ്റ്റത്തെ ഒരു പോർഷനാണ് ഒരു ശാഖയുള്ള ആൽക്കെയിനുകളുടെ നാമകരണം. അതിനു മുമ്പ് നമുക്ക് ആൽക്കെയിൻ എന്താ, ആൽക്കീൻ എന്താ എന്നുള്ളതൊന്ന് അറിയണം. അതായത് നോക്കൂ, കാർബണിന് ഇപ്പൊ ചേച്ചി പറഞ്ഞു എന്താ? 4 ആണ് അതിന്റെ വാലൻസി. ഈ കാർബണിന്റെ ഒരു കയ്യിൽ ഒരു ഹൈഡ്രജൻ വന്നിരുന്നു, രണ്ടാമത്തെ കയ്യിൽ അടുത്ത ഹൈഡ്രജൻ വന്നിരുന്നു, മൂന്നാമത്തെ കയ്യിൽ അടുത്ത ഹൈഡ്രജൻ വന്നിരുന്നു, നാലാമത്തെ കയ്യിൽ അടുത്ത ഹൈഡ്രജൻ വന്നിരുന്നു. ഇതിനെ എങ്ങനെ എഴുതാം? അതിന്റെ രാസസൂത്രം, കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം? കാർബൺ എത്രണ്ണം ഉണ്ട്? 1 ഹൈഡ്രജൻ എത്രണ്ണം ഉണ്ട്? 4. അപ്പൊ ഒന്നാണെങ്കിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇതിന് എന്ത് എഴുതാം? CH4 എന്ന് എഴുതാം. നോക്കൂ, ഇവിടെ കാർബണും ഈ ഹൈഡ്രജനും തമ്മിലുള്ളതെല്ലാം എന്താണ്? സിംഗിൾ ബോണ്ടാണ് അല്ലെ, ഏകബന്ധനം ആണ്. ഓക്കെ, ഇനി ഞാൻ പറയാണ്, അപ്പോ കാർബണു ചുറ്റുമുള്ള എല്ലാ ഹൈഡ്രജനും ആയിട്ടുള്ളത് എന്താണ്? സിംഗിൾ ബോണ്ട്, ഏകബന്ധനം ആണ്. അങ്ങനെ ഏകബന്ധനം ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയും? എന്താ പറയാ? ANE, എയിനുകൾ, ആൽക്കെയിനുകൾ. ആൽക്കെയിൻ, ALKANE.
അടുത്തത്, ഒരു കാർബണും അടുത്ത കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട്, ദ്വിബന്ധനം വന്നു. നോക്കൂ, ഈ കാർബണിന്റെ 4 കൈ ഉള്ളതില് 2 കൈ എന്ത് ചെയ്തു, ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കി എത്ര കൈയേ ഉള്ളൂ? ആകെ 4 കൈയാണുള്ളത്. 2 കൈ ഉപയോഗിച്ചു, ബാക്കി 2 കൈ ഉണ്ട്. അപ്പോ ബാക്കിയുള്ള ഒരു കൈയിൽ ഒരു ഹൈഡ്രജൻ വന്നിരുന്നു, അടുത്ത കൈയിലും അടുത്ത ഹൈഡ്രജൻ വന്നിരുന്നു. ഈ കാർബണിന്റെ 4 കൈയുള്ളതില് 2 കൈയില് ഈ കാർബൺ ഉണ്ട്. ബാക്കിയുള്ള ഒരു കൈയില് ഒരു ഹൈഡ്രജൻ വന്നിരുന്നു, അടുത്ത കൈയില് അടുത്ത ഹൈഡ്രജൻ വന്നിരുന്നു. അപ്പൊ എങ്ങനെയാ പേരെഴുതുക? 2 കാർബൺ ഉണ്ട്, C2. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്? 2 2 4 എണ്ണം ഉണ്ട്. C2H4 അല്ലേ? അപ്പൊ എന്താ, ഇത് ഡബിൾ ബോണ്ട് ആണ്. കാർബണും കാർബണും തമ്മിലുള്ള ബന്ധം എന്താണ് ഇവിടെ? ഡബിൾ ബോണ്ട്, ദ്വിബന്ധനം എന്ന് പറയും. അതിനെ നമ്മൾ എന്ത് പറയും? ആൽക്കീൻ. ENE, ആൽക്കീൻ ആണത് അല്ലേ? ആൽക്കീൻ. അടുത്തത്, ഒരു കാർബണും അടുത്ത കാർബണും തമ്മില് 3 കൈകൾ തമ്മിലാണ് ബന്ധിച്ചേക്കണത്. അതിനെ നമ്മൾ എന്ത് പറയും? ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനം എന്ന് പറയും. അപ്പോ 4 കൈ ഉള്ളതില് 3 കൈ ഈ കാർബൺ കൊടുത്തു, ബാക്കി എത്ര കൈയേ ഉള്ളൂ? 1 കൈയേ ഉള്ളൂ. ഈ കാർബൺ എന്ത് ചെയ്തു? 3 കൈ ഈ കാർബൺ കൊടുത്തു, ബാക്കി എത്ര കൈയേ ഉള്ളൂ? ഈ കൈയേ ഉള്ളൂ. അപ്പൊ എത്രയായി? ഇവിടെ C2H2 അല്ലെ? 2 കാർബണും ഉണ്ട്, 2 ഹൈഡ്രജനും ഉണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും? ആൽക്കൈൻ. YNE, ആൽക്കൈൻ. അപ്പോ ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം, അതാണ്. അപ്പൊ ആൽക്കൈൻ എന്താണ്, ആൽക്കീൻ എന്താണ്, ആൽക്കൈൻ എന്താണ് അല്ലെ? ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു ശാഖയുള്ള ആൽക്കൈനുകളുടെ നാമകരണം എങ്ങനെയാണ് അത് പറഞ്ഞുതരാം. നോക്കൂ, അപ്പൊ ഒരു കാര്യം കൂടെ. അപ്പൊ ഒരു കാർബണിന് 4 കൈയുണ്ട്. ഇതിനെ 4 കൈയിലും ഓരോ ഹൈഡ്രജനെ ഇരുത്തി. അപ്പൊ ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? CH4 എന്ന് എഴുതാലോ അല്ലേ? ഒരു കാർബണും 4 ഹൈഡ്രജനും. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. ഇനി അങ്ങനെയാണെങ്കിൽ CH3, CH2, CH2, CH2 ഇങ്ങനെ എത്ര വേണമെങ്കിലും എഴുതാം കേട്ടോ. CH2, CH3 ഇത്രയും നിർത്തി. ഇങ്ങനെ നിർത്തി കഴിയുമ്പോ ഇതിന് നമ്മൾ പേരിടാൻ പോവാണ്. ഇതിന് ശാഖകളൊന്നുമില്ല. ശാഖകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ താഴത്തേക്കോ ഒന്നുമില്ല, ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനിലാണ് ഇത് പോണത് അല്ലെ? ഇതിന് നമ്മൾ പേര് കൊടുക്കാൻ പോവാണ്. ഇതിന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്നും ആലോചിക്കേണ്ട. എത്ര കാർബൺ ഉണ്ടെന്ന് നോക്കുക. എത്ര കാർബൺ ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 അല്ലെ? 6 കാർബൺ ഉണ്ട്. 6 കാർബൺ ആവുമ്പോ അതുപോലെ എല്ലാം ഏകബന്ധനം, സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ പേര് കൊടുക്കും? 1 ആവുമ്പോ മെഥ്, 2 എഥ്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ് അല്ലെ? അപ്പോ ഹെക്സ്, ANE, ഹെക്സെയിൻ. ഹെക്സെയിൻ ഇങ്ങനെയല്ലേ നമ്മൾ പേര് കൊടുക്കുന്നത്? സ്ട്രെയിറ്റ് ആയിട്ടുള്ളതിന്, ശാഖകളൊന്നുമില്ല, ബ്രാഞ്ച് ഒന്നുമില്ല. ബ്രാഞ്ച് ഇല്ലാത്തതിന് നമ്മൾ ഇങ്ങനെ പേര് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ബ്രാഞ്ച് ഉള്ളതിന്, ഒരു ബ്രാഞ്ച് ഉള്ളതിന് എങ്ങനെയാണ് പേര് കൊടുക്കണേന്നാ. നോക്കൂ, ഒരു ബ്രാഞ്ച് ഉള്ളതിന് പേര് കൊടുക്കുമ്പോൾ ഇതാദ്യം നോക്കൂ. ആദ്യം നമുക്ക് പൊസിഷൻ നമ്പർ വേണം, സ്ഥാനസംഖ്യ വേണം. അതായത് എത്രാമത്തെ കാർബണിലാണ് നമുക്ക് ശാഖ വന്നിരിക്കുന്നത്, ബ്രാഞ്ച് വന്നിരിക്കുന്നത്, ആ സ്ഥാനസംഖ്യ, ആ പൊസിഷൻ നമ്പർ ആണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്തത്, ഒരു സംഖ്യയും ഒരു പദവും ഒരു വേർഡും തമ്മിൽ വരുമ്പോൾ നമ്മൾ എപ്പോഴും IUPAC വെച്ചിട്ട് നമ്മൾ എപ്പോഴും അതിനെ തിരിക്കേണ്ടത് എന്താ? കോമ വെച്ചിട്ടോ സ്പേസ് വെച്ചിട്ടോ ഒന്നുമല്ല, ഹൈഫൺ വെച്ചിട്ടാണ്. അതായത് പൊസിഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥാനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എത്രാമത്തെ കാർബണിലാണോ നമുക്കൊരു ബ്രാഞ്ച്, ഒരു ശാഖ വന്നിരിക്കുന്നത്, ആ പൊസിഷൻ നമ്പർ, ആ സ്ഥാനസംഖ്യ വേണം ഇവിടെ കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഒരു ഹൈഫൺ കൊടുക്കണം. കോമ കൊടുക്കരുത്, സ്പേസ് കൊടുക്കരുത്, വേറൊന്നും കൊടുക്കരുത്, ഹൈഫൺ കൊടുക്കണം. എന്നിട്ട് ശാഖയിലെ കാര്യമാണ് ആദ്യം എഴുതേണ്ടത്. ബ്രാഞ്ച് ആയിട്ട് വരുന്നതാണ് ആദ്യം എഴുതേണ്ടത്. അത് കഴിഞ്ഞിട്ട് വേണം പദമൂലം, വേർഡ് റൂട്ട് എഴുതാൻ. നമ്മുടെ പ്രധാനപ്പെട്ട മെയിൻ റൂട്ടിന്റെ, അതായത് ഏറ്റവും നീളം കൂടിയ ചെയിനിനെയാണ് നമ്മൾ പ്രധാന ചെയിൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതിന്റെ പദമൂലം കൊടുക്കണം. പിന്നെയാണ് സഫിക്സ് കൊടുക്കേണ്ടത്, പിൻ പ്രത്യയം. നമുക്കിവിടെ ആൽക്കെയിൻ എന്നീ മാത്രമല്ലേ കൊടുക്കാനുള്ളൂ. ആൽക്കെയിനുകളുടെ ആൽക്കെയിൻ ആണ് ആ ഒരു പിൻ പ്രത്യയം നമുക്ക് കൊടുക്കാനായിട്ട് ഉള്ളത്. മനസ്സിലായോ? ഒന്നും കൂടെ ഇത് നോക്കി എങ്ങനെയാ. ഏറ്റവും കൂടുതൽ ആറ്റങ്ങൾ അടങ്ങിയ നീളം കൂടിയ ചെയിനിനെ പ്രധാന ചെയിനായും ബാക്കിയുള്ളവയെ ശാഖയായും പരിഗണിക്കണം. ദ ലോങ്സ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ദ മെയിൻ ചെയിൻ ആൻഡ് ദ റിമൈനിങ് ആസ് ബ്രാഞ്ചസ്. അത് പറഞ്ഞുതരാം, നോക്കൂ. CH3, CH2, 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 CH3. ഇപ്പൊ നമ്മൾ എഴുതി. ഇനി ഞാൻ ഇവിടെ ഒരു ബ്രാഞ്ച് കൊടുക്കുകയാണ്. ഇവിടെ എനിക്ക് CH3 ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ, ഈ ഒരു ബ്രാഞ്ച് ഉണ്ട്. ഇങ്ങനെ എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കേണ്ടത് എന്നാണ് ഇനി നോക്കേണ്ടത്. അതിനാദ്യമായിട്ട് എന്ത് വേണം? ആദ്യമായിട്ട് ഇതിന്റെ മെയിൻ ചെയിൻ ഏതാണ്, പ്രധാന ചെയിൻ ഏതാണ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. പ്രധാന ചെയിൻ അല്ലെങ്കിൽ മെയിൻ ചെയിൻ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള ചെയിൻ ആണ് എന്ത്? മെയിൻ ചെയിൻ. ബാക്കിയുള്ളതെല്ലാം ബ്രാഞ്ച് ആണ്, ശാഖയാണ്. അപ്പൊ ഒന്ന് എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6. ഇങ്ങനെ എണ്ണുമ്പോൾ ഇവിടെ 6 എണ്ണമുള്ള 6 കാർബൺ ഉള്ള മെയിൻ ചെയിൻ നമുക്ക് കിട്ടി. ഇതൊരെണ്ണം എന്ത് പറ്റി? ബ്രാഞ്ച് ആയിട്ടും കിട്ടി. ഇവിടെ നിന്ന് എണ്ണി നോക്കൂ. ഇവിടെ ഈ ബ്രാഞ്ചിനെ വെച്ച് എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6. അപ്പൊ ഇങ്ങനെ എണ്ണുമ്പോ എന്താ? ഇങ്ങനെ എണ്ണുമ്പോ ഇത് മെയിൻ ചെയിനും പ്രധാന ചെയിനും ഇത് ബ്രാഞ്ചും ആവും. ഓക്കെ. അപ്പൊ എങ്ങനെ എണ്ണി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ എത്ര എണ്ണേ ഉള്ളൂ? 6 എണ്ണേ ഉള്ളൂ, അല്ലെ? 6 കൂടുതൽ നമുക്കിവിടെ കാർബൺ ഉള്ളത് നമുക്കില്ല, 6 എണ്ണേ ഉള്ളൂ. അപ്പോ ഇതിന്റെ പ്രധാന ചെയിൻ പ്രധാന ചെയിനിൽ 6 എണ്ണം ഉണ്ട്. ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ, ആദ്യത്തെ ഒരു പ്രാവശ്യം ആയതുകൊണ്ട് എഴുതി കാണിക്കുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതെടുക്കുകയാണ്, ഇതിനെ ബ്രാഞ്ചും ആയിട്ട് എടുക്കുകയാണ്. ഇതിനെ ബ്രാഞ്ച് ആയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? ഇതിന്റെ പൊസിഷൻ വേണം, വേണ്ടേ? പൊസിഷൻ വേണം. അതായത് എത്രാമത്തെ കാർബണിലാണ് നമുക്ക് ഈ ബ്രാഞ്ച് വരുന്നത് എന്നുള്ളത് അറിയണം. അപ്പൊ നോക്കൂ, ഇവിടെ എഴുതുമ്പോൾ 1, 2 രണ്ടാമത്തെ കാർബണിലാണ് നമുക്ക് ഈ ബ്രാഞ്ച് വരുന്നത്. ഇവിടെ നിന്ന് എണ്ണുമ്പോഴോ നോക്കൂ, 5ാമത്തെ കാർബണിലാണ് നമുക്ക് ഈ ബ്രാഞ്ച് വരുന്നത്. അപ്പോ ഒരു വശത്തുനിന്ന് എണ്ണുമ്പോൾ 2ാമത്തെ കാർബണിൽ വരുന്നുണ്ട്, മറ്റേ വശത്തുനിന്ന് എണ്ണുമ്പോൾ 5ാമത്തെ കാർബണിൽ നമുക്ക് ബ്രാഞ്ച് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോ ഏറ്റവും ചെറിയ പൊസിഷൻ നമ്പർ വേണം, സ്ഥാനസംഖ്യ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോ 2ആണോ 5ആണോ ചെറുത്? 2ആണ് അല്ലേ? അപ്പൊ നമുക്കിവിടെ സ്ഥാനസംഖ്യയായിട്ട് കൊടുക്കേണ്ടത് എത്രയാണ്? 2ആണ്. സ്ഥാനസംഖ്യ കൊടുത്തു, ഹൈഫൺ കൊടുത്തു. ഇനി ബ്രാഞ്ചിൽ വരുന്ന എത്ര കാർബൺ വരുന്നുണ്ട്? ഒരെണ്ണം, അല്ലെ? CH3. അപ്പൊ എന്ത് വരും? മെഥിൽ ഇല്ലാണ് ചേർക്കേണ്ടത് കേട്ടോ. മെഥിൽ എന്താ? മെത്, എത്, പ്രൊപ്പർ, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്, ഹെക്സേൻ. ഹെക്സേൻ 2 മെഥിൽ
ഹെക്സേൻ. ഓക്കെ, മനസ്സിലായോ? ഒന്നും കൂടെ, CH3 CH2 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 CH3 CH2 CH3. ആദ്യം വരുന്നത് എന്താണ്? പൊസിഷൻ ആണ് വരുന്നത്. നമുക്ക് ഏറ്റവും ചെറിയ ഏത് വശത്തേക്ക് എണ്ണുമ്പോഴും ഏറ്റവും ചെറിയ സ്ഥാനം എവിടെയാണോ വരുന്നത് അതാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ ബ്രാഞ്ചിൽ വരുന്ന എത്ര കാർബൺ വരുന്നുണ്ട്? മെഥിൽ. പിന്നെ നമ്മുടെ പ്രധാന ചെയിനിൽ എത്ര എണ്ണം വരുന്നുണ്ട്? മെത്, എത്, പ്രൊപ്പ, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്. എത്ര കാർബൺ വരുന്നുണ്ട് നോക്കിയിട്ട് അത് എഴുതണം. 2 മെഥിൽ ഹെക്സേൻ. മനസ്സിലായോ? അപ്പോ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഒരു ശാഖയുള്ള ആൽക്കേനുകൾക്ക് പേര് കൊടുക്കേണ്ടത്. ഒരു ശാഖയുള്ള ആൽക്കേനുകൾക്ക് പേര്. ഇത് ശരിക്കും പഠിക്കുക. നമുക്ക് കൂടുതൽ എക്സസൈസ് ചെയ്യാം ഇനി. അപ്പോൾ ശരി, നെക്സ്റ്റ് ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.